നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഈ ഒരു ടോപ്പിക്കിൽ പഠിച്ചിരിക്കേണ്ട ഒരേ ഒരു കാര്യമാണ് മെറ്റൽസും അതേപോലെ തന്നെ ഓറിൻ്റെ നെയിംസും. ഓക്കെ, ഇത് കെമിസ്ട്രിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരേ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ മെറ്റലും അതേപോലെ ഓറിൻ്റെ പേരും. ഫസ്റ്റ് വണ്ണാണ് അയേണിൻ്റെ ഓറിൻ്റെ പേരാണ് ഹാമറ്റൈറ്റ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ, ഹാമറ്റൈറ്റ്. അടുത്താണ് ഏത് മാഗ്നറ്റൈറ്റ്. നെക്സ്റ്റ് വണ്ണാണ് സിഡറൈറ്റ് കേട്ടോ. അപ്പോൾ അയേണിൻ്റെ 3 ഓറുണ്ട്. ഏതൊക്കെയായിരുന്നു? ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഓക്കെ, ഹാമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ്. ഇങ്ങനെ ആലോചിച്ചാൽ മതി. അയേണ്, ഹേമ എന്ന് ആലോചിച്ച് വയ്ക്കുക, ഹേമ. അടുത്തൊരു മാഗ്നറ്റ് ആലോചിച്ച്, അയൺ അട്രാക്ട് ചെയ്തതിലേക്കാണ് മാഗ്നറ്റിലേക്കാണ് അല്ലേ. അപ്പം അയൺ ഓർ പഠിച്ചല്ലോ, ഹാമറ്റൈറ്റും മാഗ്നറ്റൈറ്റും. എക്സ്ട്രാ ഒന്നുകൂടി ഉണ്ട്, ഏതാണ്? സിഡറൈറ്റ് അല്ലേ, സിഡറൈറ്റ്. നെക്സ്റ്റ് വണ്ണാണ് കോപ്പർ. അപ്പോൾ കോപ്പർ നോക്കുകയാണെങ്കിൽ കോപ്പർ പേരിൽ തന്നെ ഉണ്ട്. ഇത് നമുക്ക് പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, പേരിൽ തന്നെ ഉണ്ട്, പെട്ടെന്ന് കിട്ടും അല്ലേ. കോപ്പർ പൈറൈറ്റ്സ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് കുപ്രൈറ്റ്. ഏതാണ്? കുപ്രൈറ്റ്, പേരിൽ തന്നെ ഉണ്ട്. നെക്സ്റ്റ് സിങ്കും നമുക്ക് ഫസ്റ്റത്തെ പേര് കിട്ടും അല്ലേ, സിങ്ക് പേരിൽ തന്നെ ഉണ്ട്. സിങ്ക് ബ്ലെൻഡ്. നെക്സ്റ്റ് വണ്ണാണ് കലാമിൻ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സിങ്കിൻ്റെ ഓറിൻ്റെ പേരാണ് ഇത് കലാമിൻ. നെക്സ്റ്റ് സോഡിയത്തിൻ്റെ ഓറിൻ്റെ പേരാണ് ചിലി സാൾട്ട് പീറ്റർ. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, ചിലി സാൾട്ട് പീറ്റർ. നെക്സ്റ്റ് ബൊറാക്സ്. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക, ബൊറാക്സ്. ഓക്കെ, അപ്പോൾ സോഡിയത്തിൻ്റെ 2 ഓറുണ്ട്. ഏതൊക്കെയാണ്? ചിലി സാൾട്ട് പീറ്ററും നെക്സ്റ്റ് ഏതാണ്? ബൊറാക്സും. ഓക്കെ, നെക്സ്റ്റ് അലൂമിനിയത്തിൻ്റെ ഓറിൻ്റെ പേരാണ് ഇത് ബോക്സൈറ്റ് മാത്രമല്ല, ഒറ്റൊന്നും കൂടി ഉണ്ട്, ക്രയോലൈറ്റ് കേട്ടോ, ബോക്സൈറ്റും ഏതാണ്? ക്രയോലൈറ്റും. ഓക്കെ, അപ്പോൾ അലൂമിനിയത്തിൻ്റെ 2 ഓർ ഏതൊക്കെയാണ്? ബോക്സൈറ്റ് ആൻഡ് ക്രയോലൈറ്റ്. അപ്പോൾ എങ്ങനെ ആലോചിച്ചാൽ മതി, അലൂമിനിയത്തിൻ്റെ ബോക്സൈറ്റ് അല്ലേ. നെക്സ്റ്റ് പൊട്ടാസ്യത്തിൻ്റെ ഓറിൻ്റെ പേരാണ് എന്ത്? കാർണാലൈറ്റ് കേട്ടോ. ഏതാണ്? കാർണാലൈറ്റ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് മഗ്നീഷ്യത്തിൻ്റെ ഓറിൻ്റെ പേരാണ് എന്ത്? ഡോളമൈറ്റ്. അടുത്തത് എപ്സം സാൾട്ട്. അപ്പോൾ ഇവിടെ ഈ എപ്സം സാൾട്ടും നോട്ട് ചെയ്ത് വെക്കുക. എപ്സം സാൾട്ടും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമ്മൾ പറഞ്ഞു അല്ലേ, ഏതൊക്കെയായിരുന്നു? ഒന്ന് എപ്സം സാൾട്ട്, പിന്നെ ചിലി സാൾട്ട് പീറ്റർ, കലാമിൻ. ഈ ബൊറാക്സും പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് കാൽഷ്യത്തിൻ്റെ ഓറിൻ്റെ പേരാണ് ഇതേ പേര് തന്നെയാണ് ഇവിടെയും അല്ലേ, ഡോളമൈറ്റ്. കാൽഷ്യത്തിന് വേറൊന്നും കൂടി ഉണ്ട്, ജിപ്സം. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് വെക്കുക, ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. ജിപ്സം ഏതിൻ്റെ ഓറാണെന്നാണ് ചോദിച്ചത്, ഏതിനാണ്? കാൽഷ്യത്തിൻ്റെ ഓറാണ്. നെക്സ്റ്റ് ഗോൾഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ഏതാണ്? കലാവറൈറ്റ് കേട്ടോ. ഏതാണ്? കലാവറൈറ്റ്. അടുത്തതാണ് ഏത്? സിൽവനൈറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? കലാവറൈറ്റും നെക്സ്റ്റ് വൺ ആണ് ഏത്? സിൽവനൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് ആൻറ്റിമണി ഓറിൻ്റെ പേരാണ് ഇത്? സ്റ്റിബണൈറ്റ്. ഏതാണ്? സ്റ്റിബണൈറ്റ് അല്ലേ. ഈ പേരുകളൊക്കെ കുറച്ച് ടഫായിരിക്കും, നിങ്ങൾ കൂടുതൽ തവണ വായിച്ചു കഴിഞ്ഞാൽ എന്താവും? പഠിക്കും. ഓക്കെ, നെക്സ്റ്റ് കാഡ്മിയത്തിൻ്റെ ആണ് എന്ത്? ഗ്രീനോസൈറ്റ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ബിസ്മത്ത് ഏതാണ്? ബിസ്മത്തൈറ്റ് കേട്ടോ. ഏതാണ്? ബിസ്മത്തൈറ്റ്. മെർക്കുറി, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ക്വസ്റ്റ്യനും കൂടിയാണ് ഏത്? മെർക്കുറിൻ്റെ ഓറിൻ്റെ പേരാണ് ഏത്? സിന്നബാർ കേട്ടോ. നെക്സ്റ്റ് ടിന്ന് കാസറ്റ് നേരെ ടിന്നിലിട്ട്, അങ്ങനെ ആലോചിച്ചാൽ മതി. കാസറ്റ് നേരെ ടിന്നിലിട്ട് അല്ലേ. ടിന്ന് ഏതാണ്? കാസിറ്ററൈറ്റ്. ടിന്നിൻ്റെ ഓറിൻ്റെ പേരാണ് ഏത്? കാസിറ്ററൈറ്റ്. നെക്സ്റ്റ് ലെഡ്, ഇത് ഏറ്റവും കൂടുതൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആണ്. ഏതാണ്? ഗലീന. ലെഡിൻ്റെ ഓറിൻ്റെ പേരാണ് ഏത്? ഗലീന. ഓക്കെ, അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയ മെറ്റൽസും ഓറിൻ്റെ നെയിംസും എന്തായാലും പഠിച്ചിരിക്കണം, നോട്ട് ചെയ്ത് വെക്കുക. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ കൊബാൾട്ടും കൂടിയുണ്ട്. കൊബാൾട്ടിൻ്റെ ഓറിൻ്റെ പേരാണ് എന്ത്? സ്മെലൈറ്റ്. മാംഗനീസ്, ഇവിടെ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ട്. പൈറോലുസൈറ്റ് ഏതിൻ്റെ ഓറാണ്? മാംഗനീസിൻ്റെ ഓറാണ്. നെക്സ്റ്റ് ഒറ്റൊന്നുകൂടിയും പഠിക്കാം, മാഗ്നൈറ്റ് കേട്ടോ. ഏതാണ്? മാഗ്നൈറ്റ്. നെക്സ്റ്റ് വൺ ആണ് നിക്കലിൻ്റെ ഓറിൻ്റെ പേരാണ് ഇത്? മിലറൈറ്റ്. ഏതാണ്? മിലറൈറ്റ്.
നെക്സ്റ്റ് യുറാനിയം, ഇത് ഏറ്റവും കൂടുതൽ ചോദിച്ചാണ് യുറാനിയം ഓറിൻ്റെ പേരെന്താണ്? പിച്ച് ബ്ലെൻഡ് അല്ലേ, പിച്ച് ബ്ലെൻഡ്. യുറാനിയം നമ്മൾ ഇതിന് മുന്നേ പഠിച്ചില്ല. യുറാനിയം എന്ത് ടൈപ്പ് എലമെൻ്റ് ആണ്? ഒരു റേഡിയോ ആക്റ്റീവ് എലമെൻ്റ് ആണ്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുക? ആറ്റോമിക് റിയാക്ടറിൽ ഫ്യുവലായിട്ട് യൂസ് ചെയ്യുന്നതാണ് അല്ലേ. യുറാനിയം ഓറിൻ്റെ പേരാണ് ഇത്? പിച്ച് ബ്ലെൻഡ്. നെക്സ്റ്റ് വൺ ആണ് സ്ട്രോൺഷ്യം അല്ലേ. സ്ട്രോൺഷ്യം ഓറിൻ്റെ പേരാണ് ഇത്? സൈലസ്റ്റൈൻ കേട്ടോ. ഏതാണ്? സൈലസ്റ്റൈൻ. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് പഠിച്ചിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കി വെക്കാനുള്ളത് മെറ്റലർജിക്കൽ പ്രോസസ്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ മെറ്റലർജിക്കൽ പ്രോസസ്സിൽ ഫസ്റ്റ് വൺ ആണ് ഇത്? ഹൈഡ്രോളിക് വാഷിംഗ്. പേരിൽ തന്നെ ഉണ്ടല്ലേ, ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയാൻ എന്താ? വെള്ളം ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ വെള്ളം ഉപയോഗിച്ച് കഴുകുക, ഇതിനാണെന്ന് പറയുന്നത് ഹൈഡ്രോളിക് വാഷിംഗ്. എക്സാമ്പിൾ ഇതിന് മറ്റൊരു പേരാണ് എന്ത്? ലെവിഗേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നമ്മൾ ഗോൾഡ് അല്ലേ മൈനിങ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നേരെ എന്താ ചെയ്യുക? ഗോൾഡ് നേരെ കഴുകി എടുക്കുകയുള്ളൂ ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് വെള്ളം ഉപയോഗിച്ച് കഴുകുകയുള്ളൂ. അപ്പോൾ ഹൈഡ്രോളിക് വാഷിങ്ങിന് ഒരു എക്സാമ്പിൾ നമുക്ക് എന്ത് പറയാം? ഗോൾഡാണ്. ഹൈഡ്രോളിക് വാഷിംഗ് എക്സാമ്പിളാണ് ഇത്? ഗോൾഡ്. അടുത്ത രണ്ടാമത്തെ മെത്തേഡാണ് എന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താ? പതയാണ് അല്ലേ. അപ്പോൾ ഈ പത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റിറർ, ഒരു മെഷീൻ ഉണ്ട്, സ്റ്റിറർ ചെയ്യുന്ന ഒരു മെഷീൻ. അപ്പോൾ ഇതിൽ വെച്ചിട്ട് സ്റ്റിറർ ചെയ്യുമ്പം കൂടുതൽ പത ഉണ്ടാവും. ഓക്കെ, ഫ്രോത്ത് ഉണ്ടാവും. ഈ ഫ്രോത്തിലാണ് എപ്പോഴും ഓറുണ്ടാവുക. അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയപ്പെടുന്ന പേരാണെന്ത്? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ. ഇതിൽ എക്സാമ്പിൾ പഠിച്ചു വെക്കുക. സൾഫൈഡ് ഓറൊക്കെ ഏതിന് എക്സാമ്പിളാണ്? ഫ്രോത്ത് ഫ്ലോട്ടേഷന് എക്സാമ്പിളാണ്. നെക്സ്റ്റ് വണ്ണാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെ ഉണ്ടല്ലേ, എല്ലാവർക്കും അറിയാം. മാഗ്നറ്റ് ഉപയോഗിച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഒരേ ഒരു എലമെൻ്റ് ആണ് ഇത്? അയൺ ആണ്, എല്ലാവർക്കും അറിയാം. നെക്സ്റ്റ് വണ്ണാണ് ലീച്ചിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക. ലീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്യൂട്ടബിൾ സൊല്യൂഷൻ എടുക്കുക. ഇതിൽ ഓർ ആഡ് ചെയ്യുമ്പം ഓർ ഫുള്ളും അതിലെന്താവും? ഡിസോൾവ് ആവും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ലീച്ചിങ്. ഓക്കെ, അപ്പോൾ ലീച്ചിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ആദ്യം ഒരു എന്തെടുക്കുക? സ്യൂട്ടബിൾ സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ ഇതിൽ ഓർ എന്താവും? ഓർ ഡിസോൾവ് ആവും. എന്നിട്ട് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു മെത്തേഡാണ് എന്തറിയപ്പെടുന്നത്? ലീച്ചിങ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ എക്സാമ്പിൾ നമുക്ക് എന്ത് പഠിക്കാം? അലൂമിനിയം. അപ്പോൾ എല്ലാത്തിനും എക്സാമ്പിൾ പഠിക്കണം. ഹൈഡ്രോളിക് വാഷിംഗ് എക്സാമ്പിൾ ഗോൾഡ്, ഫ്രോത്ത് ഫ്ലോട്ടേഷൻ എക്സാമ്പിൾ സൾഫൈഡ് ഓർ, മാഗ്നറ്റിക് സെപ്പറേഷൻ എക്സാമ്പിൾ എന്താണ്? അയൺ, ലീച്ചിങ് എക്സാമ്പിൾ എന്താ? അലൂമിനിയം. റെഡിയാണല്ലോ, ക്ലിയർ ആണല്ലോ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുന്ന രണ്ട് പ്രോസസ്സാണ് ഏതൊക്കെ? കാൽസിനേഷനും നെക്സ്റ്റ് വൺ ആണ് ഇത് റോസ്റ്റിംഗ്. അപ്പോൾ റോസ്റ്റിംഗ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ. എന്താ റോസ്റ്റ്? ചിക്കൻ റോസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ അല്ലേ. റോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? എയറിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുക അല്ലേ. ഈ ഒരു പ്രോസസ്സാണ് എന്തറിയപ്പെടുന്നത്? റോസ്റ്റിംഗ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ എന്താണ് പറയാം? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ് അല്ലേ. എന്ത് പറയാം? ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓർ ഇൻ ദി പ്രസൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പറയാം അല്ലേ. എന്ത് പറയാം? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഹീറ്റിംഗ് ഓർ ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ. ഇവിടെ പ്രസൻസ് ആണെങ്കിൽ ഇവിടെ എന്താണ്? ആബ്സെൻസ് ആണ്. ഇൻ ദി ആബ്സെൻസ് ഓഫ് എയർ ബിലോ ഇറ്റ്സ് മെൽറ്റിംഗ് പോയിന്റ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് റിഫൈനിങ് ഓഫ് മെറ്റൽ എന്ന് പറഞ്ഞാൽ മെറ്റൽസിനെ പ്യൂരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് എന്ത്? റിഫൈനിങ് ഓഫ് മെറ്റൽ അല്ലേ. ഇതിൽ ഫസ്റ്റ് മെത്തേഡാണ് ലിക്വേഷൻ. പേരിൽ തന്നെ ഉണ്ട്. ലിക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലിക്വിഡായിട്ട് മാറുക. എപ്പോഴും ഒരു മെറ്റൽ ലിക്വിഡായിട്ട് മാറേണ്ടത് മെൽറ്റിംഗ് പോയിന്റ് എന്താവണം? കുറയണം. പെട്ടെന്ന് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെൽറ്റ് ആവണമല്ലോ. അപ്പോൾ മെൽറ്റിംഗ് പോയിന്റ് എന്താണ്? കുറയണം. അപ്പോൾ നമുക്ക് ഈ ലിക്വേഷൻ എന്ന് പറഞ്ഞ മെത്തേഡിൽ എങ്ങനെയുള്ള മെറ്റൽസാണ് യൂസ് ചെയ്യുക? ലോ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ് ഏത് മെത്തേഡിൽ യൂസ് ചെയ്യുക? ലിക്വേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ മെത്തേഡിൽ യൂസ് ചെയ്യുക. എക്സാമ്പിളാണ് ടിന്ന്, ലെഡ് അല്ലേ. ടിന്നും ലെഡിനും മെൽറ്റിംഗ് പോയിന്റ് വളരെ കുറവാണ്. ആയതുകൊണ്ട് ഈ ടിന്നും ലെഡും എന്തിൽ യൂസ് ചെയ്യുന്നു? ലിക്വേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ യൂസ് ചെയ്യുന്നു. ഓക്കെ, ഈ ടിന്നും ലെഡും വേറൊരു കാര്യം കൂടിയുണ്ട്. നമ്മൾ ഫ്യൂസ് വയർ ഉണ്ടല്ലോ, ഫ്യൂസ് വയറിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത്? ടിന്നും ലെഡും. ഓക്കെ, എന്തുകൊണ്ടാണ്? മെൽറ്റിംഗ് പോയിന്റ് കുറവായതുകൊണ്ടാണ്. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വണ് ഡിസ്റ്റിലേഷൻ. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് കേട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്ന് വേപ്പർ ആവണം അല്ലേ. വേപ്പർ ആവണമെങ്കിൽ മെൽറ്റിംഗ് പോയിന്റ് ആണോ ബോയിലിംഗ് പോയിന്റ് ആണോ? ബോയിലിംഗ് പോയിന്റ് ആണല്ലോ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്താവണം? കുറയണം അല്ലേ. അപ്പോൾ ഇങ്ങനെ ഏത് ലോ ബോയിലിംഗ് പോയിന്റ് ഉള്ള മെറ്റൽസ് ആണ് ഏതിന് യൂസ് ചെയ്യുക? ഡിസ്റ്റിലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സിൽ യൂസ് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. സിങ്ക്, മെർക്കുറി, കാഡ്മിയം. ഓക്കെ,
സിമ്പിൾ എന്താ? സിങ്കിൻ്റെ സിമ്പിൾ സെഡൻ ആണ്. മെർക്കുറിൻ്റെ സിമ്പിൾ എന്താ? HG ആണ് കേട്ടോ, HG. കാഡ്മിയത്തിൻ്റെ സിമ്പിൾ എന്താ? CD ആണ്, CD. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്. ഇലക്ട്രോലിറ്റിക് റിഫൈനിങ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ? എന്താ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്? പേരിൽ ഇലക്ട്രോലിറ്റിക് റിഫൈനിങ്, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക, സൊല്യൂഷനിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലിസിസ് അല്ലേ? ഇലക്ട്രോലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സൊല്യൂഷൻ ടൈപ്പാണ് ഇലക്ട്രോലൈറ്റ്. ഇതിലേക്ക് എന്തിനെ പാസ് ചെയ്യുക? ഇലക്ട്രിസിറ്റി അല്ലേ? കറണ്ട് കൊടുക്കുക, നേരെ കറണ്ടിനെ പാസ് ചെയ്യുക. അപ്പോൾ ഈ കറണ്ടിനെ പാസ് ചെയ്യുമ്പം ഇലക്ട്രോലൈറ്റിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലിസിസ്. അപ്പോൾ ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിൽ നടത്തുന്ന പ്രോസസ്സ് ഏതാണ്? ഇലക്ട്രോലിസിസ് ആണ്. എക്സാമ്പിൾ ആണ് എന്ത്? കോപ്പർ. ഏതാണ്? കോപ്പർ. അപ്പോൾ ഏതൊക്കെയാണ് ലിക്വേഷൻ എക്സാമ്പിൾ? ഏതാണ്? ടിന്ന്, ലെഡ്. ഡിസ്റ്റിലേഷൻ എക്സാമ്പിൾ ഏതാണ്? സിങ്ക്, മെർക്കുറി, കാഡ്മിയം. നെക്സ്റ്റ് ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്ങിനാണെങ്കിലോ അല്ലേ, ഇവിടെ നടത്തുന്ന പ്രോസസ്സ് ഏതാണ്? ഇലക്ട്രോലിസിസ് ആണ്. എന്താണ് എക്സാമ്പിൾ? നമുക്ക് എന്ത് പറയാം? കോപ്പർ. എന്താണ് ഇലക്ട്രോലിസിസ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ? ഇലക്ട്രോലൈറ്റിലേക്ക് കറണ്ടിനെ പാസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈറ്റിന് ചേഞ്ച് ഉണ്ടാവുക. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈസിസ്. ഓക്കെ, കുഴപ്പമില്ലല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് പ്രൊഡക്ഷൻ ഓഫ് അയേൺ. അയേണിൻ്റെ പ്രൊഡക്ഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അയേണിൻ്റെ പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ഓറാണ് ഏത്? ഹാമറ്റൈറ്റ് അല്ലേ? ഹാമറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോമിൽ പഠിച്ചു വെക്കുക. ഏതാ? Fe2O3. എന്താണ്? Fe2O3. നെക്സ്റ്റ് കോക്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? കാർബണിനെയാണ് നമ്മൾ എന്ത് പറയുക? കോക്ക് എന്ന് പറയാം. നെക്സ്റ്റ് വൺ ആണ് ലൈംസ്റ്റോൺ. ലൈംസ്റ്റോൺ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലൈംസ്റ്റോൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ അയേണിൻ്റെ പ്രൊഡക്ഷനിൽ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ഹാമറ്റൈറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ. ഇത് മൂന്നും എടുത്തതിന് ശേഷം ഇത് മൂന്നും വലിയൊരു ഫർണസ് ഉണ്ട്. വലിയൊരു ഫർണസിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യും, ചൂടാക്കും. അങ്ങനെ ചൂടാക്കി കഴിഞ്ഞാലേ ഇവിടെ കുറേ റിയാക്ഷൻ നടക്കുന്നുണ്ട്. ആ റിയാക്ഷനൊക്കെ ഒന്നും നമുക്ക് നോക്കണ്ട. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി പഠിച്ചിരിക്കുന്നത് ഈ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ആയി കഴിഞ്ഞാൽ CaOയും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവും. കാൽഷ്യം കാർബണേറ്റും കാൽഷ്യം ഓക്സൈഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൽ CaOയും ഇനി അയേണിൽ ഒരു ഇമ്പ്യൂരിറ്റി ഉണ്ട്. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ വേസ്റ്റിനാണ് നമ്മൾ എന്താ അറിയപ്പെടുന്നത്? ഇമ്പ്യൂരിറ്റി എന്ന് അറിയപ്പെടുന്നത്. അയേണിലെ ഒരു ഇമ്പ്യൂരിറ്റിയാണ് ഏത് എന്നറിയോ? SiO2. ഏതാണ്? SiO2. ഇനി ഈ SiO2 ആയിട്ട് കൂടിച്ചേർന്ന് ഇവിടെ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. CaSiO3 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു. അപ്പോൾ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഏത്? CaO. ഇത് എന്തോ ആയിട്ട് കൂടിച്ചേരും? SiO2 ആയിട്ട് കൂടിച്ചേർന്ന് CaSiO3 എന്ന് അറിയപ്പെടും അല്ലേ? അപ്പോൾ SiO2ൻ്റെ എന്ന് പറഞ്ഞാൽ സിലിക്കൺ ഡയോക്സൈഡ് ആണ്. SiO2 ഏതാണ്? സിലിക്കൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലേ? സിലിക്കൺ ഡയോക്സൈഡ്. ഓക്കെ, ഇതിന് മറ്റൊരു പേരുണ്ട്. ആ പേരാണ് എന്ത്? സിലിക്ക എന്നറിയപ്പെടുന്നത് കേട്ടോ. ഏതാണ്? സിലിക്ക എന്നറിയപ്പെടുന്നതും ഏതാണ്? SiO2. ഇതിന് വേറൊരു പേരുണ്ട്. ആ പേരാണ് ക്വാർട്സ്. അപ്പോൾ ഇതൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. റിപ്പീറ്റഡ് ആയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോയിന്റ് ആണ്. ഇതിൽ SiO2ൻ്റെ വേറൊരു പേരാണ് ഇത് ക്വാർട്സ് കേട്ടോ. ക്വാർട്സ്. SiO2 എന്താണ്? അയേണിൻ്റെ പ്രൊഡക്ഷനിലുള്ള ഇമ്പ്യൂരിറ്റിയാണ്. ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? വേസ്റ്റ് ആണ് അല്ലേ? SiO2 സിലിക്കൺ ഡയോക്സൈഡ്. ഇതിന് മറ്റൊരു പേരാണെന്ത്? സിലിക്ക. ഇതിന് വേറൊരു പേരാണെന്ത്? ക്വാർട്സ് അല്ലേ? ക്വാർട്സ്. ഈ ഇമ്പ്യൂരിറ്റി ആണല്ലോ. ഇമ്പ്യൂരിറ്റി കോമൺലി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗാങ് കേട്ടോ. ഗാങ്. അപ്പോൾ എക്സാമിന് ചോദിക്കും അയേണിൻ്റെ പ്രൊഡക്ഷനിൽ ഇമ്പ്യൂരിറ്റി ഏതാ? ഇമ്പ്യൂരിറ്റിയാണ് ഏത്? ഗാങ്. ഓക്കെ, നെക്സ്റ്റ് ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാ? CaO ആണല്ലോ. ഇതറിയപ്പെടുന്ന പേരാണ് എന്ത്? ഫ്ലക്സ് എന്നറിയപ്പെടുന്നത്. ഏതാണ്? ഫ്ലക്സ്. അപ്പോൾ ഇമ്പ്യൂരിറ്റീസ് ആർ നോൺ ആസ് ഗാങ് കേട്ടോ. ഗാങ്. ഇമ്പ്യൂരിറ്റീനെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എന്നറിയപ്പെടുന്നത്? ഫ്ലക്സ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഫ്ലക്സ് ആണ് ഇത് CaO. പേരിൽ തന്നെ ഉണ്ട്. അപ്പോൾ പേരെന്തായിരിക്കും വരിക? നിങ്ങളൊന്ന് പറഞ്ഞു നോക്കുക. എന്താണ്? കാൽഷ്യം ഓക്സൈഡ് ആണ് അല്ലേ? കാൽഷ്യം ഓക്സൈഡ്. ഇതിന് വേറൊരു പേരുണ്ട്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പഠിച്ചു വെക്കുക. ക്യുക്ക് ലൈം കേട്ടോ. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. ക്യുക്ക് ലൈം എന്നറിയപ്പെടുന്ന ഏതാണ്? കാൽഷ്യം ഓക്സൈഡ് ആണ്. അപ്പം കാൽഷ്യം ഓക്സൈഡും SiO2 അല്ലേ കൂടിച്ചേർന്ന് CaSiO3. അപ്പോൾ ഫ്ലക്സും ഗാങ്ങും കൂടിയും കൂടിച്ചേർന്ന് കിട്ടുന്ന പ്രൊഡക്റ്റിനെ പറയുന്ന പേരാണ് സ്ലാഗ്.
ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ പഠിക്കാനുള്ളത്, പ്രൊഡക്ഷൻ ഓഫ് അയണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓഫ് അയണിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു അല്ലേ? പ്രൊഡക്ഷൻ ഓഫ് അയണിൽ നമുക്ക് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഹാമറ്റൈറ്റ്, കോക്ക്, ലൈംസ്റ്റോൺ അല്ലേ? ഹാമറ്റൈറ്റിൻ്റെ കെമിക്കൽ ഫോമിലാണ് എന്ത്? Fe2O3. കോക്കിൻ്റെ കെമിക്കൽ ഫോമിലാണ് എന്ത്? കാർബൺ. ലൈംസ്റ്റോണിൻ്റെ കെമിക്കൽ ഫോമില CaCO3 അല്ലേ? ഈ CaCO3 ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കോമ്പൗണ്ട് ഉണ്ടാകുന്നുണ്ട്. ഏത് കോമ്പൗണ്ടാണ്? CaO, കാൽഷ്യം ഓക്സൈഡ്. ഇതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ക്യുക്ലൈൻ അല്ലേ? ക്യുക്ലൈൻ. ഇനി അയണിലെ പ്രൊഡക്ഷനിൽ ഇമ്പ്യൂരിറ്റി ആണ് ഏത്? SiO2. SiO2 അറിയപ്പെടുന്ന പേരാണ് SiO2 അല്ലേ? ഇമ്പ്യൂരിറ്റി ആണല്ലോ. ഇമ്പ്യൂരിറ്റി കോമൺലി അറിയപ്പെടുന്ന പേരാണ് എന്ത്? ഗാങ്. ഇനി SiO2 സിലിക്കൺ ഡയോക്സൈഡ് ആണ്. ഇതിന് മറ്റൊരു പേരാണ് എന്ത്? സിലിക്ക അല്ലേ? സിലിക്ക. ഇതിന് മറ്റൊരു പേരും കൂടിയാണ് ഏത്? ക്വാഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഏതാണ്? SiO2 ആണ്. ഇനി ഫ്ലക്സും ഗാങ് കൂടി കിട്ടുന്ന പ്രൊഡക്റ്റാണ് എന്ത്? സ്ലാഗ് ഏതാണ്? CaSiO3. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇനി അയണിൻ്റെ പ്രൊഡക്ഷനിലില്ലേ, അയണിൻ്റെ പ്രൊഡക്ഷനിൽ ഒരു ക്വസ്റ്റ്യനും കൂടിയും വരാം. റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്നുള്ളത് ചോദിക്കാം. അയണിലെ പ്രൊഡക്ഷനിൽ റെഡ്യൂസിങ് ഏജൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാർബൺ മോണോക്സൈഡ് ആണ്. അയണിൻ്റെ പ്രൊഡക്ഷനിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആണ് ഇത് കാർബൺ മോണോക്സൈഡ്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഈ കാർബൺ മോണോക്സൈഡ് എങ്ങനെ ഉണ്ടാവുന്നത് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ഹീറ്റ് ചെയ്യുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. അപ്പോൾ അയണിൻ്റെ പ്രൊഡക്ഷനിൽ റെഡ്യൂസിങ് ഏജൻ്റ് ആണ് ഇത് കാർബൺ മോണോക്സൈഡ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് പ്രൊഡക്ഷൻ ഓഫ് അയണിൽ നമുക്ക് പഠിക്കാനുള്ളത്.